പള്ളിയുടെ ഹൗലിൽ നിന്നും ഉളു എടുക്കുമ്പോൾ ഒരു അറപ്പാണ്. ശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇസ്ലാം ഹൗലിൻ്റെ വിഷയത്തിൽ വൃത്തിയെ എങ്ങനെ കാണും ഒന്ന് വിശദീകരിക്കാമോ? ചോദിച്ചിരിക്കുന്നത് റിയാസ് പയ്യന്നൂരിൽ നിന്നും. യഥാർത്ഥത്തിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്ലാം എല്ലാ വിഷയത്തിലും ശുദ്ധി, വൃത്തി, പ്രാധാന്യമൊക്കെ പറഞ്ഞിട്ട് എല്ലാ രോഗികളും ഉളു കൊടുക്കുന്ന ഹൗല്, എല്ലാ പ്രകൃതിയുള്ളവരും ഉളു കൊടുക്കുന്ന ഹൗല്, അത് മാത്രം എന്താണ് ഇസ്ലാം അങ്ങനെ ചെയ്തതെന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വെള്ളം നഷ്ടപ്പെടുന്ന ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക. അന്ന് ഈ സംശയം വരില്ല. വെള്ളം തീരെ ഇല്ലാത്തൊരു ഈ ഹൗൽ എന്ന് പറയുന്നത് വെള്ളത്തിന് ശരിക്കും ലാഭം കിട്ടുന്ന കാര്യമാണ്. മറ്റൊന്ന് വുളുവിൻ്റെ വെള്ളമാണ്. നമ്മൾ എല്ലാ ഹൗദിൻ്റെ പരിസരത്തും എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ്, ഇതിൽ കൈയിട്ടുകൊണ്ട് പല്ല് തേക്കരുത്, ബ്രഷ് ഇട്ട് മുക്കരുത്, അറാക്ക് മുക്കരുത്, മൂക്ക് പിടിച്ച് ഹൗദിനകത്തിടരുത് എന്നൊക്കെ. നമ്മൾ തീരെ ചില ആളുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ അറപ്പ് വരുന്നത്. ആ വൃത്തി നമ്മൾ കൈകാര്യം ചെയ്ത് കൈ കഴുകുക, പിന്നെ ബാക്കിയുള്ള രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ വുളു എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് പോലും ശിഫ കിട്ടാൻ ചിലപ്പോൾ ഹൗദൊരു കാരണമാകും. പക്ഷേ എല്ലാ പള്ളികളിലും, ഹൗദുള്ള എല്ലാ പള്ളികളിലും, കോവിഡിൻ്റെ സമയത്തൊക്കെ ഹൗദ് നിർത്തി, ചില സ്ഥലത്ത് നിർത്തിയത് പിന്നെ പുനരാരംഭിച്ചിട്ടില്ല. പക്ഷേ ഹൗദുള്ള എല്ലാ പള്ളികളിലും നമ്മൾ ചെയ്യേണ്ടത് അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊരു വലിയ സംഘത്തെ കൂടി നമ്മൾ അവിടെ ഏർപ്പാട് ചെയ്യണം. അത് പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന ആളാകട്ടെ, അതിന് പ്രത്യേകിച്ച് വൃത്തിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ആളാകട്ടെ, ഹൗദിൻ്റെ മെയിൻറ്റെയിൻ വർക്കുകൾ ചെയ്യാൻ വേണ്ടി ഒരാളെ കൃത്യമായി ചെയ്താൽ തീർച്ചയായിട്ടും ഹൗദ് നമുക്ക് ലാഭകരമാണ്, ശുദ്ധിയാണ്, മനസ്സിന് റാഹത്താണ്. കുഞ്ഞുങ്ങളുടെ നല്ല പേരുകൾ ചുരുക്കി വിളിക്കുന്നത് ശരിയാണോ ഉസ്താദെ? ഉദാഹരണത്തിന് ഫാത്തിമയെ പാത്തി എന്നും മറ്റും. ഇത് ബർക്കത്ത് കേടല്ലേ? ചോദിച്ചിരിക്കുന്നത് ജസ്ന സയ്യിദ് പയ്യന്നൂരിൽ നിന്നും. യഥാർത്ഥത്തിൽ ഒന്നെങ്കിൽ നമ്മൾ നല്ല പേര് ഇടാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ പേരിടുക. ഈ പേരിട്ടിട്ട് പിന്നെ നമ്മൾ അതിനെ കളിയാക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തരുത്. വീട്ടിലൊരു വിളിപ്പേര് നമ്മൾ ഇടുന്നുണ്ട്, പക്ഷെ അർത്ഥം അതിന് വ്യത്യാസം വരരുത്. നല്ല പേരുകളെ മുറിച്ചെടുക്കരുത്. അതായത് ഇപ്പോൾ ഫാത്തിമ ബിഷാറ എന്നുള്ള പേര് നമ്മൾ വിളിക്കുന്നു, അല്ലെങ്കിൽ ആയിഷ സഹ്റ, അല്ലെങ്കിൽ മറിയം സെയ്ത്തൂൻ, അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരിനെ മറിയു എന്ന് നമുക്ക് വിളിക്കാം, ആയിഷായ ഐഷു എന്ന് നമുക്ക് വിളിക്കാം, ഫാത്തിമായ പാത്തി എന്ന് വിളിക്കാൻ പറ്റൂല, കാരണം ആ പേര് പൂർണ്ണമാകുന്നില്ല. സഹ്റായ നമുക്ക് സഹ്റ എന്ന് വിളിക്കാം, ഫാത്തിമത്തു സഹ്റായ നമുക്ക് സഹ്റ എന്ന് വിളിക്കാം, ഫാത്തിമായ ഫാത്തിമ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. കുഞ്ഞു മക്കളെ നമ്മൾ പാത്തു എന്ന് വിളിക്കലുണ്ട് രസത്തിന്, പക്ഷേ ആ പേരിൻ്റെ ഒരു അർത്ഥം മുറിഞ്ഞു പോകുമോ എന്ന പേടി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് ശരിക്ക് നമ്മൾ അർത്ഥം വ്യത്യാസം വരുന്ന രീതിയിലും പേരിനെ അതിൻ്റെ മുക്കാൽ ഭാഗവും മുറിച്ചു മാറ്റിയ രീതിയിലും കളിയാക്കി വിളിക്കാൻ പാടില്ല.